നമ്മൾ അല്പസമയം ദൈവവചനം നമ്മൾ ചിന്തിക്കാനിരിക്കുമ്പോൾ യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 32-ാം അധ്യായം 15-ാം വാക്യം, ഐസയ ചാപ്റ്റർ 32 വേഴ്സ് നമ്പർ 15 ഇന്ന് നമുക്ക് ചിന്തയ്ക്കായിട്ടുള്ളൊരു വാക്യം എടുക്കാം. സ്തോത്രം. വചനം ഇങ്ങനെ പറയുന്നു: Until at last the Spirit is poured out on us from heaven, then the wilderness will become a fertile field and the fertile field will yield bountiful crops. ഒന്ന് വായിച്ചേ. യെശയ്യാ 32:15. ഉദയത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാന വനമായി എണ്ണപ്പെടും. സ്തോത്രം. Hallelujah. The wilderness will become a fertile field and the fertile field will yield bountiful crops. Hallelujah. ഞാനൊന്നൊരു വാക്ക് പറയട്ടെ. Hallelujah. വാഗ്ദത്തം ഏൽപ്പിക്കട്ടെ. സ്തോത്രം. മരുഭൂമിക്കകത്തും സമൃദ്ധിയോടെ നടത്തുന്ന ഒരു ദൈവത്തിനെയാണ് പരിചയപ്പെടുന്നത്. എങ്ങനെയാ ഇത്? Hallelujah. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, അങ്ങനെയാണ് വചനം കിടക്കുന്നത്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സ്തോത്രം, അവസ്ഥകളെല്ലാം മാറും. അവസ്ഥകൾ എന്തുവായിത്തീരും? മരുഭൂമിയായി കിടന്നത്, നിർജ്ജന പ്രദേശമായി കിടന്നത്, ഹല്ലേലൂയ, ആരും തിരിഞ്ഞു നോക്കാതെ കിടന്നത്, ഇറ്റ് വാസ് വിൽഡർനെസ്. ഹല്ലേലൂയ. കാട്ടുമൃഗങ്ങൾ മാത്രം വസിച്ചെടുത്ത് സ്തോത്രം, അവിടെ എന്തായിത്തീരും? മരുഭൂമിയായി കിടന്നതെല്ലാം അത് നല്ല ഭൂമിയായി തീരും. അവിടെ 100 മേനി ഫലം കായ്ക്കുന്ന വണ്ണം ഉള്ള പ്രദേശം ആയിത്തീരുമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ഇതെങ്ങനെ സംഭവിക്കും? ആത്മാവ്, പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ, യോവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിനകത്ത് വരുമ്പം ഇതൊന്നും കൂടെ ആഴത്തിൽ പറയുന്നുണ്ട്. സ്തോത്രം. യോവേലിൻ്റെ പുസ്തകം 2-നകത്ത് വരുമ്പം മരുഭൂമിക്കകത്ത് കിടക്കുക. മരുഭൂമിക്കകത്ത് കിടക്കുന്നിടത്ത് സ്തോത്രം, തിരുവചനത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, നീ ഭയപ്പെടേണ്ട. സ്തോത്രം. നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പം ഞാൻ നിങ്ങൾക്ക് പുതു വീഞ്ഞും പുതു നെല്ലും പുതു എണ്ണയും ഒക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. യോവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 19-ാം തിരുവചനം. The Lord will reply, Look, I am sending you grain and new wine and olive oil, enough to satisfy your needs. You will no longer be an object of mockery among the surrounding nations. എന്ന് വായിച്ച്. ഉത്തരം എന്തുവാണ് അരുളിയത്? ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും. നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. ആമേൻ. ജാതികളുടെ ഇടയിൽ ഞാൻ നിങ്ങളെ ഒരു നിന്ദാപാത്രമാക്കി തീർക്കത്തുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. എന്ന് ആരെങ്കിലും ഒക്കെ കുടുംബത്തിനെയൊക്കെ നോക്കിയിട്ട് അയ്യേ നാണക്കേട് എന്ന് പറയുന്നുണ്ടോ? എന്താ നിങ്ങളുടെ അവസ്ഥ? പറയുന്നുണ്ടോ? കൊട്ടും പാട്ടും ഒക്കെ ആയിട്ടിരുന്നിട്ട് ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ പറയുന്നുണ്ടോ? സ്തോത്രം. ഇന്ന് തിരിഞ്ഞു നിന്നിട്ട് പറയണം, ഇല്ല, എൻ്റെ കർത്താവ് തക്ക സമയത്ത് മഴയയക്കും. എൻ്റെ കർത്താവ് മരുഭൂമിക്കകത്ത് ധാന്യവും വീഞ്ഞും പുതുവെണ്ണയും ഒക്കെ അയക്കും. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ ആവശ്യം നടത്തിയിട്ട് മാത്രമേ വേറെ ആരുടെയും ആവശ്യം നടത്തി കൊടുക്കത്തുള്ളൂ. ഞാൻ പറയട്ടെ, വീട്ടിൽ കിടക്കുന്ന മക്കളെ കരുതിയിട്ടല്ലേ ഹല്ലേലൂയ അയൽവക്കക്കാരുടെ മക്കളെ കരുതത്തുള്ളൂ. സ്തോത്രം. അങ്ങനെയെങ്കിൽ സ്വന്തം മക്കളായ നിങ്ങളുടെയും എൻ്റെയും ആവശ്യങ്ങൾ കരുതിയിട്ടേ എൻ്റെ കർത്താവ് വേറെ ആരുടെയും ആവശ്യങ്ങൾ നടത്തി കൊടുക്കത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ദൈവം ഹല്ലേലൂയ എൻ്റെ സകല ബുദ്ധിമുട്ടുകളോ ക്രിസ്തു തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിലൂടെ തീർത്തു തരുമെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. സ്തോത്രം. കർത്താവിൻ്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, നീ നിങ്ങൾ നോക്ക്, ഞാൻ പുതുവീഞ്ഞും ഹല്ലേലൂയ എണ്ണയും ഹല്ലേലൂയ നെല്ലും ഒക്കെ നിങ്ങൾക്ക് നൽകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. എന്നിട്ട് അതിൻ്റെ 22-നകത്ത് വചനം ഇങ്ങനെ പറയുന്നു, The trees will again be filled with fruit. Fig trees and grapevines will be loaded down once more. എന്ന് വായിച്ച്. വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചവയ്ക്കുന്നു, വൃക്ഷം ഫലം കായ്ക്കുന്നു, അതിവൃക്ഷവും മുന്തിരിവെള്ളിയും അനുഭവപുഷ്ടി നൽകുന്നു. അപ്പം നെല്ലും കൃഷിയും മാത്രമല്ല, ഹല്ലേലൂയ, നെല്ലും എണ്ണയും വീഞ്ഞും മാത്രമല്ല, ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ട
എന്താ ഫ്രൂട്ട്സ് അല്ലേ, ഹല്ലിയ, അത്തിപ്പഴവും മുന്തിരിപ്പഴവും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ലഭിക്കും. അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമല്ല, ഞാൻ പറയും എൻ്റെ ദൈവമോ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങളുടെ സകല ആവശ്യങ്ങളും ക്രിസ്തു യേശുവിലൂടെ നിറവേറ്റി തരുമെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും സ്തോത്രം, ആവശ്യങ്ങൾ മാത്രമല്ല അതിൻ്റെ അകത്ത് ഇച്ചിരി ലക്ഷറിയും കൂടെ നടത്തി തരുവാനായിട്ട് കർത്താവ് തരുമെന്നേ. ഹല്ലേലൂയ. ചോറുണ്ണാൻ വേണ്ടി മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു ഐസ്ക്രീമും കൂടെ തിന്നാൻ വേണ്ടി എൻ്റെ കർത്താവ് നൽകും. സ്തോത്രം, ഹല്ലേലൂയ. അത്യാവശ്യത്തിന് യൂണിഫോം മേടിക്കാൻ വേണ്ടി മാത്രമല്ല കയ്യിൽ തരുന്നത്, പക്ഷെ ഒരു പാർട്ടി വെയറും കൂടെ മേടിക്കാനായിട്ട് കർത്താവ് കയ്യിൽ തരുമെന്നേ. സ്തോത്രം, ഹല്ലേലൂയ. ഒരു നില വീട് പണിയാൻ വേണ്ടി മാത്രമല്ല കയ്യിലോട്ട് തരുന്നത്. സ്തോത്രം, എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ വന്നാൽ സ്വർഗത്തിൻ്റെ സകല നന്മയും അവന് വേണ്ടി തുറന്നു വെച്ചിരിക്കുക. ഹല്ലേലൂയ. ആത്മാവിനാൽ നിറയപ്പെട്ടോ ആത്മലോകത്തിലെ നന്മയും കിട്ടും. പിന്നെ ഭൗതിക ലോകത്തിലേക്ക് വേണ്ടിയുള്ളതൊന്നും ബന്ധപ്പെടേണ്ട, അതിനുവേണ്ടി ഉപവസിക്കേണ്ട. ഭൗതിക ലോകത്തെ നന്മകൾ പുറകെ ഇങ്ങി വന്നോളും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഒരുവൻ്റെ മേൽ ആത്മാവ് വന്നാൽ അവനെ നാശമാക്കി തീർക്കത്തില്ല, അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജാപാത്രമാക്കി തീർക്കത്തില്ല, അവന് തൃപ്തി വരുവോളം നിറച്ചുകൊണ്ടിരിക്കും. എന്നൊന്ന് പറഞ്ഞേ, എനിക്ക് തൃപ്തി വരുവോളം എൻ്റെ കർത്താവ് എന്നെ നിറയ്ക്കും. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ ആരെങ്കിലും കയ്യിൽ കൊണ്ട് തരുവോ? കർത്താവ് തന്നാലല്ലേ നടക്കത്തുള്ളൂ. സ്തോത്രം. എനിക്ക് സമ്പത്തൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെ ദരിദ്രനായിട്ട് ജീവിക്കാം എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. പ്രോസ്പെരിറ്റി കർത്താവിൻ്റെ ഒരു നന്മയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയുന്നത്, ഒരുവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നാൽ അവൻ്റെ മരുഭൂമിയെ മലർവാടിയാക്കി തീർക്കും. ഹല്ലേലൂയ. ഇന്ന് മലർവാടി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, അയ്യോ സോറി, ഈ ദൈവവചനം ഹല്ലേലൂയ ആദ്യം തൊട്ട് അവസാനം വരെയും സമൃദ്ധിയും നന്മയും പറയുന്നത്. പക്ഷെ എങ്ങനെയാ സമൃദ്ധിയുടെ നന്മയുടെ ഒന്നും പുറകെ പോകണ്ട. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ മതി, ദൈവത്തിൻ്റെ അഭിഷേകം ഒന്ന് ലഭിച്ചാൽ മതി. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരുണയ്ക്കകത്ത് ഒന്ന് കയറിയിരുന്നാൽ മതി. എൻ്റെ ദൈവം നടത്തി തരാത്ത ഒന്നുമില്ല. തിരുവചനം പറയുന്നേ, എൻ്റെ ദൈവമോ നിങ്ങളുടെ സകല ആവശ്യങ്ങളും ക്രിസ്തുയേശുവിലൂടെ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നൽകി തരുമെന്ന്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ ഈ ഭൂമിയിൽ കാണുന്നതൊന്നുമല്ല, ഒരു മെർസിഡീസ് ബെൻസിൽ പോകുന്നതൊന്നുമല്ല ദൈവത്തിൻ്റെ മഹത്വം. ഹല്ലേലൂയ. അതിൻ്റെ അപ്പുറം കിടക്കുന്നത് ഇരുട്ടിനകത്തെ നിക്ഷേപങ്ങൾ നൽകുന്നവനാണ് എൻ്റെ കർത്താവ്. സ്തോത്രം. യോയേലിൻ്റെ 2 വരുമ്പോൾ സ്തോത്രം, എൻ്റെ കർത്താവ് ഇങ്ങനെ പറയുന്നു. അതിൻ്റെ 23 ഒന്ന് വായിച്ച്. സിയോൻ മക്കളെ ഘോഷിച്ച് ഉല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പിൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയും ഇന്നൊന്ന് പറഞ്ഞേ, എൻ്റെ കർത്താവ് മുൻമഴയും പിന്മഴയും നൽകുന്ന കർത്താവ്. ഞാൻ പറയാം, മുൻമഴയും പിന്മഴയും തൻ്റെ മക്കൾക്ക് ഹല്ലേലൂയ സീസൺ വിട്ടും നൽകും. ഇപ്പം നാട്ടിലത്തെ ഒക്കെ കാലാവസ്ഥ സീസൺ അല്ലാത്തടത്തൊക്കെയാണ് മഴ പെയ്യുന്നത് അല്ലേ. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ കർത്താവിൻ്റെ വചനം പറയുന്നത്, നിനക്ക് മുൻമഴയും തരും പിന്മഴയും തരും. സ്തോത്രം. അല്ലെ, ഈ മുൻമഴയും വേണം പിന്മഴയും വേണം. എന്താ, കൃഷിക്കാർക്കൊക്കെ അറിയാം, അവർക്ക് ആ കൃഷി തുടങ്ങുന്നതിന് മുമ്പൊരു മഴയും വേണം. കൃഷി ഇട്ടെല്ലാം കഴിഞ്ഞ് അതൊരു പരുവമായി നിൽക്കുമ്പോഴും മഴ വേണം. ഇന്ന് കർത്താവ് ഉറപ്പ് പറയാം, നിനക്ക് എപ്പോഴാണോ മഴ വേണ്ടത് അപ്പം ഞാൻ നിനക്ക് മുൻമഴയും തരാം പിന്മഴയും തരാം. എന്ന് വായിച്ചു ഒന്നും കൂടി 23, 24. സിയോൻ മക്കളെ ഘോഷിച്ച് ഉല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പിൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരും. അവിടുന്ന് മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്ച്ചു തരുന്നു. എന്നിട്ട് 24, അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയുകയും ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. അല്ലെ, എന്നൊന്ന് പറഞ്ഞേ, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിനകത്തേക്ക് എന്നെ വിളിച്ചിരിക്കുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഉള്ളിടത്ത്
ദൈവത്തിനകത്ത് കുറവുണ്ടോ? എൻ്റെ ദൈവമുള്ളിടത്ത് കുറവില്ല. എൻ്റെ യേശു ഒരു വീട്ടിനകത്തോട്ട് ചെന്ന് കയറി. ഒരു കല്യാണത്തിനാണ് വിളിച്ചത്. കല്യാണ സദ്യക്കകത്ത്, കല്യാണ വീട്ടിനകത്ത് ഒന്നിനും കുറവുണ്ടാകാൻ പാടില്ലല്ലേ? പക്ഷെ പ്രതീക്ഷിക്കാത്തടത്ത് അവരെത്ര പ്ലാൻ ചെയ്തിട്ടും എത്ര പ്രിപ്പയർ ചെയ്തിട്ടും ആ കല്യാണ വീട്ടിനകത്ത് ഒരു കുറവ് സംഭവിച്ചു. പക്ഷെ എൻ്റെ നാഥൻ അവിടെ ഉണ്ടായിരുന്നത് കാരണം എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ, ആ വറ്റിപ്പോയത് അങ്ങോട്ട് കവിഞ്ഞൊഴുകി. സ്തോത്രം. ഇന്നൊന്ന് പറഞ്ഞേ, എൻ്റെ നാഥൻ മുൻമഴയും തരും, പിന്മഴയും തരും. എൻ്റെ വീട്ടിനകത്ത്, എൻ്റെ ജീവിതത്തിനകത്ത് ചിലതൊക്കെ കവിഞ്ഞൊഴുകാൻ പോകുക. ഹല്ലേലൂയ. കവിഞ്ഞൊഴുകിയാൽ എന്ത് സംഭവിക്കുമെന്നറിയോ? വക്കോളം നിറഞ്ഞിട്ട് അതിനകത്തുനിന്ന് അങ്ങോട്ട് വക്ക് നിറഞ്ഞ് കവിയണം അല്ലേ? വക്ക് നിറഞ്ഞ് കവിയുമ്പോൾ സ്തോത്രം, അതിനകത്തുനിന്ന് എത്ര കോരിയാലും വറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അത് വറ്റാതെ വണ്ണം കവിഞ്ഞൊഴുകുക. ഇതങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുമ്പം അതിൻ്റെ ഉറവിടം എവിടാണെന്ന് തപ്പി നോക്കും. സ്തോത്രം. ഞാൻ പറയാം, വറ്റാത്ത ഒരു ഉറവിടമുണ്ട് ക്രിസ്തു യേശുവിനകത്ത്. അതിനകത്തുനിന്ന് എൻ്റെ കർത്താവ് അങ്ങോട്ട് തന്നാലുണ്ടല്ലോ, എത്ര കോരിയാലും തീരത്തില്ല. സ്തോത്രം. എൻ്റെ യേശുവിനകത്തുനിന്ന് എത്ര കോരിയാലും സ്നേഹം വറ്റത്തില്ല. എൻ്റെ യേശുവിനകത്തുനിന്ന് എത്ര കോരിയാലും അത്ഭുതങ്ങൾ നിന്നു പോകത്തില്ല. സ്തോത്രം. എൻ്റെ യേശുവിനകത്തുനിന്ന് ഒരു ഉറവ അങ്ങോട്ട് പൊട്ടി വന്നാൽ സ്തോത്രം, എത്ര വറ്റിക്കാൻ ശ്രമിച്ചാലും വറ്റിപ്പോകത്തില്ല. എന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. തലമുറകൾ നിലനിൽക്കുന്ന ഉറവ. ഹല്ലേലൂയ. സ്തോത്രം. ഇതിന് തിരുവചനം പറയും, ഈ മുൻമഴയും പിന്മഴയും പെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ധാന്യങ്ങളും നിറയും, നിങ്ങളുടെ ചക്കുമെല്ലാം അങ്ങോട്ട് കവിഞ്ഞങ്ങോട്ട് ഒഴുകും. സ്തോത്രം. ഇന്ന് പറഞ്ഞ് അടുത്ത പടക് നിറയ്ക്കുന്ന വണ്ണം കവിഞ്ഞൊഴുകും അല്ലേ? പത്രോസിനെ വിളിച്ചു. പത്രോസിൻ്റെ പടകിനകത്തോട്ട് എൻ്റെ യേശു കയറിയിരുന്നു. ആ കാനായിലെ വീട്ടിലെ കാര്യം പറഞ്ഞതിൻ്റെ അപ്പുറമായ ഒരു പടകായിരുന്നു. ഒന്നുമില്ലായിരുന്നു, ശൂന്യമായിരുന്നു. പറഞ്ഞു, ഗുരു, ഞങ്ങൾ രാത്രി മൊത്തം മീൻ പിടിച്ചതാ. അവർ ഇൻഡയറക്റ്റ്ലി പറയുമായിരുന്നു, ഞങ്ങൾ ഈ വെള്ളത്തിനകത്തൊക്കെ കിടന്ന് നീന്തിയും കുളിച്ചും കിടക്കുന്നവരാ, ഞങ്ങൾക്ക് ഈ കടലിനെ അറിയുന്നത് പോലെ നിനക്കറിയാമോ നാഥ എന്നായിരുന്നു ഒരു വിധത്തിൽ അവർ ചോദിച്ചത്. പക്ഷെ അവർ പറഞ്ഞതല്ലേ, ഗുരു പറഞ്ഞതല്ലേ, അത് കാരണം ഞങ്ങളൊന്ന് വെള്ളത്തിനകത്തോട്ട് വലയൊന്ന് ഇറക്കാം. സ്തോത്രം. വല ഇറക്കിയപ്പം ശൂന്യമായ പടക് മാത്രമല്ല നിറച്ചത്. ഹല്ലേലൂയ. കൂട്ടുകാരെയും കൂടെ വിളിക്കേണ്ടി വന്നു. തിരുവചനം പറയുന്നു, അവരുടെ പടകും കവിഞ്ഞ് നിറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് കവിഞ്ഞ് നിറയുമ്പോൾ ചിലടത്തൊക്കെ ശൂന്യമായി ഇരിപ്പുണ്ടോ? സീറോ ആയിട്ടിരിപ്പുണ്ടോ? വറ്റിപ്പോയി ഇരിപ്പുണ്ടോ? പറയുന്നുണ്ടോ, യോ കടമെടുത്താ ജീവിക്കുന്നേ എന്നൊക്കെ പറയുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാൻ പറയാം, എൻ്റെ കർത്താവ് ഒരു കവിഞ്ഞൊഴുകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരും. നാട്ടുകാരെയും വീട്ടുകാരെയും കൂട്ടുകാരെയും ദേശങ്ങളെയൊക്കെ വിളിച്ചിട്ട് പറയും, നിങ്ങൾക്ക് വേണോ കടം? ഞാൻ തരാം. ഹല്ലേലൂയ. തിരുവചനം ഒരു ഉറപ്പും ധൈര്യവും പറയുന്നത്, വായ്പ മേടിക്കുന്നവരല്ല, വായ്പ കൊടുക്കുന്നവരാ. എപ്പോഴാ ഈ വായ്പ കൊടുക്കാൻ പറ്റുന്നത്? കവിഞ്ഞൊഴുകുമ്പോഴാ വായ്പ കൊടുക്കാൻ പറ്റുന്നത്. ഇന്ന് ആ ഒരു പൊസിഷനകത്തേക്ക് കുടുംബങ്ങൾ കയറട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. എന്നിട്ട് കർത്താവ് ഒരു ഉറപ്പും ധൈര്യവും പകരുന്നു. 25 അകത്ത് യോവേൽ 2:25, The Lord says, I will give you back what you lost. ഓ, കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യാതിരിക്കത്തില്ല. പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ വന്നാൽ ഹല്ലേലൂയ, സ്വർഗത്തിൻ്റെ അടയാളം വീണു. സ്വർഗത്തിൻ്റെ അടയാളം വീണ് കഴിഞ്ഞാൽ ഉത്തരവാദിത്വം മൊത്തം കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിയോ? എൻ്റെ യേശുവേ എന്ന് പറഞ്ഞൊന്ന് ഇറങ്ങിയോ? എൻ്റെ യേശുവേ എന്ന് പറയണമെങ്കിൽ തിരുവചനം ഉറപ്പ് പറയുന്നു, എൻ്റെ യേശുവേ എന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവില്ലാതെ ആർക്കും യേശുവേ എന്ന് പറയാൻ പറ്റത്തില്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര വീണ് കഴിഞ്ഞു. തൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവോട് ചേർന്നിരുന്നിട്ട് സ്തോത്രം, യേശു കർത്താവാണെന്നാണ് പറയുന്നത്. യേശു കർത്താവാണെന്ന് ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. ഹൃദയത്തിൽ വിശ്വസിച്ചിട്ടുണ്ടോ? എന്നാൽ ഞാനൊരു ഉറപ്പ് പറയട്ടെ, എൻ്റെ കർത്താവ് ഒരു നാളും കൈവിടത്തില്ല. കുപ്പയ്ക്കകത്തിടാനായിട്ട് സമ്മതിക്കത്തില്ല. കുപ്പയ്ക്കകത്തുനിന്ന് കൈ പിടിച്ച് രാജാക്കന്മാരുടെ മേശയിൽ ഇരുത്തുന്നവനാ എൻ്റെ കർത്താവ്. പറയാ, കുഞ്ഞെ, നീ ദാരിദ്ര്യം അനുഭവിച്ചോ? നീ വേനൽക്കാലം അനുഭവിച്ചോ? ഹല്ലേലൂയ. വെട്ടുക്കിളിയും തുള്ളനും എടുത്തോണ്ട് പോയോ? എന്നാൽ വെട്ടുക്കിളിയും തുള്ളനും ആ മരുഭൂമിയും എടുത്തോണ്ട് പോയതിന് പകരം ഹല്ലേലൂയ, അതിന് പകരം അതിനെ
ഇരട്ടിയായി തിരിച്ചു നൽകുന്ന കർത്താവ്. അതേ നമുക്കൊന്ന് വായിച്ചു നോക്കാം 25ഉം 26ഉം. യോവേൽ 2:25-26. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുകിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഞാൻ നിങ്ങൾക്ക് പകരം നൽകുന്നു. ഇന്നൊന്ന് പറഞ്ഞേ, പകരം നൽകുന്ന കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയതിൻ്റെ പകരം നൽകുന്ന കർത്താവ്. സ്തോത്രം. എങ്ങനെയാ പകരം നൽകുന്നത്? വെട്ടുക്കിളിയും തുള്ളനും. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനകത്ത് നല്ല ബ്യൂട്ടിഫുള്ളാ. അതിനകത്ത് കിടക്കുന്ന സ്വാമിങ് ലോക്കസ്. സ്വാമിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇങ്ങനെ കയറി മൂടി വരുന്ന വെട്ടുക്കിളി. ഹല്ലേലൂയ. എന്നിട്ട് ഹോപ്പിംഗ് ലോക്കസ് എന്ന് പറഞ്ഞാൽ തുള്ളി തുള്ളി ചാടി ചാടി പോകുന്ന ലോക്കസ്. സ്ട്രിപ്പിംഗ് ലോക്കസ് എന്ന് പറഞ്ഞാൽ വലിച്ചു കയറി ഒന്നും മിച്ചം വെക്കാത്ത വണ്ണം തിന്നുകൊണ്ട് പോകുന്ന വെട്ടുക്കിളി. കട്ടിംഗ് ലോക്കസ്, മുറിച്ച് 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 കളയുന്ന. ചിലതൊക്കെ പറയത്തില്ലേ, അയ്യോ അതൊരു ഇത്രയും പരുവമായപ്പോഴത്തേക്ക് എന്തോ സംഭവിച്ചെന്നറിയത്തില്ല, വളർച്ച ഇരുത്തിയതുപോലെ ദാണ്ട് വളർച്ച നിന്നുപോയി എന്ന് പറയത്തില്ലേ. ചിലത് പറയും, അയ്യോ പഠിച്ചു അത്രയും വന്നതാ, 10ാം ക്ലാസ് എത്തിയപ്പോഴത്തേക്ക് ദാണ്ട് പഠിക്കുന്നു ഒന്നുമില്ല, എന്തോ ചെയ്യും. ചിലവർ പറയും അപ്പം വെട്ടിക്കളഞ്ഞു. ചിലതിനെയൊക്കെ പരുവത്തിൽ വന്നപ്പം വെട്ടിക്കളഞ്ഞു. ചിലതൊക്കെ പറയും, എത്ര പഠിച്ചിട്ടും എത്ര മിടുക്കനായിട്ടിരുന്നിട്ടും ഒന്നുമില്ലെന്നേ, ദേണ്ട ഒന്നുമില്ലാതാണ്ട് നിൽക്കുന്നു. സ്ട്രിപ്പിംഗ് ലോക്കസ്റ്റ്. ഹല്ലേലൂയ. വലിച്ചു കയറി ഒന്നുമില്ലാത്തതുപോലെ ആക്കി വെച്ചു. ചിലവർ പറയും, കുറേ സമ്പത്തുണ്ടായിരുന്നു, എവിടെ പോയെന്നറിയത്തില്ല, കടഭാരം കൊണ്ട് ഇരുന്നിട്ട് സഹിക്കുന്നില്ല അല്ലേ, വലിച്ചെടുത്തു. എന്തുവാ? നന്മയൊക്കെ വലിച്ചു കീറി മാറ്റി വെച്ചു. സ്തോത്രം. സ്ട്രിപ്പ് ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. ചിലവരൊക്കെ പറയും, എന്തുവാണെന്ന് അറിയത്തില്ല സഹോദരി, തീരാവ്യാധി പോലെ പ്രശ്നമാണ്, ഒന്നിൻ്റെ മേലൊന്നിൻ്റെ പ്രശ്നമാണ്. ഒരെണ്ണം കഴിയുമ്പോൾ ദാണ്ട് അടുത്തത് വരും, അടുത്തത് കഴിയുമ്പോൾ ദാണ്ട് അടുത്തത് വരും. എന്തെങ്കിലുമൊക്കെ കാണും ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട്. പ്രശ്നങ്ങളുടെ മീതെ പ്രശ്നമാണ്. സ്വാമിങ് ലോക്കസ്റ്റ്. ഇങ്ങനെ സ്വാം പോലെ ഒരെണ്ണത്തിൻ്റെ മീതെ ഇങ്ങനെ അങ്ങ് വന്ന് കിടക്കുക. ചിലവർ പറയും, എന്തോ പറയാനാ, ഭർത്താവോ ഒരു ജോലിയിൽ നിന്ന് അടുത്ത ജോലിയിൽ നിന്ന് ചാടിക്കൊണ്ടിരിക്കുക, മക്കളോ ഒരു പഠിത്തത്തിൽ നിന്ന് അടുത്ത പഠിത്തത്തിൽ, ഒന്നും പൂർത്തിയാക്കത്തില്ലെന്നേ, ഒന്നും തുടങ്ങിയാൽ തീർക്കത്തില്ല. അതാണ്ട് ജിമ്മിൽ കൊണ്ടുപോയി കുറേ പൈസ കൊടുത്തു, തീർത്തത്തില്ല. ഡ്രൈവിങ്ങിന് പോയി, അതും പകുതി വെച്ച് നിർത്തിക്കളഞ്ഞു. ബിസിനസ് തുടങ്ങി, ഇതാണ്ട് പകുതി വെച്ച് നിർത്തിയിട്ട് ഇതാണ്ട് അടുത്തതിന് പോയി, ഒന്നും ഫലം പിടിക്കുന്നില്ലെന്നേ. അങ്ങനെ പറയുന്ന ചിലവരുണ്ടല്ലേ, ഹോപ്പിംഗ് ലോക്കസ്റ്റ്. ഒരെണ്ണത്തിൽ നിന്ന് ഒരെണ്ണത്തിലേക്ക് ചാടിക്കൊണ്ടിരിക്കുക, എങ്ങും പച്ച പിടിക്കുന്നില്ല, എങ്ങും ഗതി പിടിക്കുന്നില്ല. സ്തോത്രം. പക്ഷെ കർത്താവ് എന്ന് പറയുക, ഹല്ലേലൂയ, ചാടി എടുത്തോണ്ട് പോയോ, മൂടി എടുത്തോണ്ട് പോയോ, വലിച്ചു കീറി എടുത്തോണ്ട് പോയോ, ഇടയ്ക്ക് വെച്ച് മുറിച്ചോണ്ട് പോയോ, ഇതിനെയെല്ലാം നൽകി തരുന്ന സംവത്സരങ്ങൾ വരുക. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിൻ്റെ വാമൊഴിയായിട്ട് പറയാ, ദൈവം എവിടെയെങ്കിലും ദ ലോർഡ് സേസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടോ, അത് ഉറപ്പാ. കർത്താവിൻ്റെ വായിൽ നിന്ന് വീണ വാക്യമാ, അത് ഏറ്റെടുക്കാം. സ്തോത്രം. മടക്കി തരുന്ന, ഇന്നൊന്ന് വാ തുറന്ന് മടക്കി തരുന്ന കാലങ്ങള് എൻ്റെ ജീവിതത്തിനകത്ത് വരുന്നത്. ഹല്ലേലൂയ. ഇത് സീസണാണ്, മടക്കി കിട്ടുന്ന സീസൺ. എന്നിട്ട് അതിൻ്റെ 26 പറയുന്നു, വൺസ് അഗൈൻ യു വിൽ ഹാവ്. അത് വായിച്ചേ. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എവിടാ ഇത്? മരുഭൂമിക്കകത്ത്. ഹല്ലേലൂയ. ശൂന്യതയ്ക്കകത്ത്. ഹല്ലേലൂയ. ശൂന്യതയ്ക്കകത്ത്, ഇല്ലായ്മയ്ക്കകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ അവസ്ഥകൾ മാറും. ഇന്നൊറ്റ കാര്യം ചെയ്താൽ മതി. ദൈവസന്നിധിയിൽ കയറിയിരുന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കൊന്ന് പ്രാപിച്ച് ഹല്ലേലൂയ അവസ്ഥകൾ മാറുന്നത് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് കൂട്ടുനിന്ന് മരുഭൂമിയെ മലർവാടിയാക്കി തീർക്കുന്ന കാലങ്ങൾ. ഇന്നൊന്ന് പറഞ്ഞ് മരുഭൂമി മലർവാടിയാകാൻ പോകുക. ഹല്ലേലൂയ. വെട്ടുകിളിയും തുള്ളനും എടുത്തോണ്ട് പോയത് മടക്കി തരുന്ന സംവത്സരങ്ങളാ. ഇതാണ് എൻ്റെ സീസൺ. ഒന്ന് പറഞ്ഞ്, ഇതെൻ്റെ സീസണാ. ഹല്ലേലൂയ. എനിക്ക് മടക്കി കിട്ടുന്ന സീസണാ. എടുത്തോണ്ട് പോയതിൻ്റെ 4 ഇരട്ടിയായി, ഞാൻ പറയാം 100 ഇരട്ടിയായി മടക്കി തരുന്ന സംവത്സരങ്ങളായത്. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിക്കാമോ? ഇന്ന് മടക്കി കിട്ടുന്ന സംവത്സരങ്ങളിൽ കയറിയിരിക്കുവാണെന്നൊന്ന് വിശ്വസിക്കാമോ? എൻ്റെ കർത്താവിന് അത്ഭുതം ചെയ്യാൻ പറ്റും. തിരുവചനം പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് ഇത് സംഭവിക്കും അല്ലേ? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കാമെങ്കിൽ ദൈവമഹത്വം കാണാൻ സാധിക്കും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാനൊരു ഉറപ്പും ധൈര്യവും പറയാം, മടക്കി കിട്ടുന്ന കാലങ്ങളാണ്.
ഹല്ലേലൂയ, കവിഞ്ഞൊഴുകുന്ന കാലങ്ങൾ, ഹല്ലേലൂയ, നിറയുന്ന കാലങ്ങൾ, ഹല്ലേലൂയ, കട്ടെടുത്തോണ്ട് പോയതൊക്കെ തിരിച്ചു വരുന്ന കാലങ്ങൾ, ഹല്ലേലൂയ, ഇന്ന് തിരിച്ചു പിടിക്കുന്ന ദിവസങ്ങൾ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സകല നന്മയാൽ നിറയ്ക്കട്ടെ. കർത്താവെ, നീ വചനം കേൾക്കുന്ന എല്ലാവരെയും ഹല്ലേലൂയ, ആ മരുഭൂമിക്കകത്ത് ആരെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അത് മടങ്ങിക്കിട്ടുന്ന നാളുകളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ നിറയ്ക്കണം, അനുഗ്രഹിക്കണം. ഹല്ലേലൂയ, യേശുവിൻ നാമത്തിൽ ഒരു കവിഞ്ഞൊഴുക്കിനകത്തേക്ക് വരട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.